വൺസ് അഗൈൻ ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ദിശ ബാങ്കിങ് എക്സാം ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെയാണല്ലേ, ഒരുപാട് പ്രദേശങ്ങളിൽ മഴയുടെ കെടുതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണോ അവിടെ സ്റ്റേ സേഫ്, മഴയത്ത് ഇറങ്ങാതിരിക്കുക, പനി പിടിപ്പിക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ വരിവരിയായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ക്ഷണിച്ചു വരുത്താതിരിക്കുക. അപ്പൊ പരമാവധി വീട്ടിലിരിക്കുക, ബുക്കുകളോട് ചങ്ങാത്തം കൂടുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. യെസ്, അപ്പൊ നിങ്ങളുടെ ഒരുക്കങ്ങൾ അത് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണല്ലോ. അത് വളരെ തകൃതിയായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. സോ ബാങ്കിങ് എക്സാംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പലരും സൗകര്യപൂർവ്വം ഒഴിവാക്കുന്ന ഒരു എക്സാംസ് ആയിട്ടാണ് ബാങ്കിങ് എക്സാംസിനെ ഞാൻ കാണുന്നത്. അപ്പൊ പലരും, ഭൂരിഭാഗം പേരും SSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, മറ്റു ചിലർ PSCയുടെ പിന്നാലെ പായുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചില തെറ്റിദ്ധാരണകൾ കാരണമാണ്. ബാങ്കിങ്ങിന്റെ എക്സാംസ് അത് ജനറലി ഭയങ്കര ടഫാണ്, വലിയ സിലബസ് ആണ്, ക്വസ്റ്റ്യൻ എന്താണ് ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറമാണ്, ഭയങ്കര ടഫാണ്. ഇതേപോലെയുള്ള മിസ്കൺസെപ്ഷൻസ് നമ്മൾ ഈ ബാങ്കിങ് എക്സാംസിനെ കേവലം പുറത്തുനിന്ന് മാത്രം നോക്കി കണ്ടുകൊണ്ട് രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. വൺസ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിനെയും പാറ്റേണിനെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. എടാ, ഇത്രയും വെടിപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാം ഇല്ല. ഒരു ബാങ്കിങ് ജോലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം ലെക്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട് അല്ലെ. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു ജീവിത നിലവാരം, അത് നമുക്ക് തരാൻ കെൽപ്പുള്ള ഒരു ജോലിയാണെന്ത്? ബാങ്കിങ് ജോലി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടോ? വിത്ത് ഗ്രേറ്റ് പവർ, ബാക്കി പൂരിപ്പിക്കാൻ പറ്റുമോ? വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. യെസ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ദ ബെസ്റ്റ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. ചില വേണ്ടാന്ന് വെക്കലുകളൊക്കെ നമ്മൾ സ്വന്തം നടത്തേണ്ടിയൊക്കെ വരും കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നോക്കൂ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ ബെനിഫിറ്റ്സിനോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ കടന്നു പോകുന്നു നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഒരു പ്രയാസമേ അല്ല. അപ്പം അത് മുൻനിർത്തി നമ്മുടെ പ്രിപ്പറേഷനെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കുക. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് SBO PO എക്സാമിന്റെ പാറ്റേണും സിലബസ് ബ്രേക്ക് ഡൗണും അതുപോലെ അതിൽ ഇംഗ്ലീഷ് എങ്ങനെ ഭാഗമായി എന്നൊക്കെയാണ് അല്ലെ, എങ്ങനെ പഠിച്ചൊരുങ്ങാന്നൊക്കെ വളരെ വിശദമായിട്ട് SBI PO എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരെല്ലാം നോക്കുന്നവർ ആ വീഡിയോ ദയവേത് കാണുക കേട്ടോ. ഓക്കെ, ഈ ചാനലിലെ തന്നെ വീഡിയോ സെക്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് IBPS PO 2025 എക്സാമിനെ കുറിച്ചാണ്. വളരെ പ്രത്യേകമായി അതിലെങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഗമായിട്ടുള്ളത്, ഇംഗ്ലീഷ് എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി വളരെ എഫക്റ്റീവായി പഠിച്ചൊരുക. ഇതാണ് നമ്മൾ ഇന്ന് സംസാര വിഷയമാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം എക്സാമിനെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. IBPS PO എക്സാമിനെ ഒന്ന് പരിചയപ്പെടാം. എക്സാമിന്റെ ഓവർവ്യൂ നോക്കുമ്പോൾ പ്രിലിംസും മെയിൻസും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് മെയിൻലി കം ഫ്രം 4 ഏരിയാസ് അല്ലെങ്കിൽ 4 സബ്ജക്ട്സ്. അതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ ക്വാൻസ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന കണക്ക് അല്ലെ. അതിനകത്ത് തന്നെ സബ് കാറ്റഗറീസ് ഉണ്ടല്ലേ. സ്പീഡ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, സ്പീഡ് മാത്സ്, അരിത്മെറ്റിക് വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, DI എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. അത് പ്രധാനമായിട്ടും മെയിൻസിലാണ് ചോദിക്കപ്പെടുന്നത്. അപ്പം ഇതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ റീസണിങ് എബിലിറ്റി നമുക്കറിയാം, വളരെ രസകരമായി ചെയ്യാൻ പറ്റുന്നതാണ് റീസണിങ്. യെസ്, അപ്പൊ അതിൽ സിലോജിസം വരുന്നുണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വരുന്നുണ്ട്, ബ്ലഡ് റിലേഷൻസ് വരുന്നുണ്ട്, ആൽഫ ന്യൂമറിക് സീരീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഈ റീസണിങ് എബിലിറ്റിയുടെ ഭാഗമാണ്. പിന്നെ ജനറൽ അവയർനെസ്, അത് പ്രിലിംസിൽ വലിയ കാര്യമായിട്ടില്ല, മെയിൻസിലാണെന്ത് ജനറൽ അവയർനെസ് വരുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചില മാറ്റങ്ങൾ അല്ലെ, ഈ വർഷങ്ങളിൽ ബാങ്കിങ് എക്സാംസിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം RRBയുടെ എക്സാംസ് തൊട്ട് ഇത് വളരെ ഒബ്സർവബിൾ ആണ്. അവര് സെക്ഷണൽ ടൈമിങ്സ് കൊണ്ടുവന്നു, SBO POയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. സോ ആസ് എക്സ്പെക്ടഡ്
IBPS PO 2025 എക്സാമിലും ചില വ്യത്യാസങ്ങളുണ്ട്, ചില മാറ്റങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലെ സിലബസിൽ എക്സാം പാറ്റേണിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മെയിൻസിൽ ജനറൽ അവയർനെസ്സിൽ ഇതുകൂടി ഭാഗമാകുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫിനാൻസ് അവയർനെസ്, അതുപോലെ തന്നെ ബാങ്കിങ് അവയർനെസ്, അതോടൊപ്പം RBI സർക്കുലേഴ്സും ഉണ്ട് കേട്ടോ. കാലാകാലങ്ങളിൽ മോണിറ്ററി പോളിസിയുമായി ബാങ്കിങ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് RBI പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലേഴ്സും നമ്മൾ പഠന വിഷയമാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരും, ജനറൽ അവയർനെസ്. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 4 വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവായി കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മുഴുവൻ എന്നവണ്ണം മാർക്ക് വാങ്ങാൻ പറ്റുന്നത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ പൊലിമ പറയുന്നതൊന്നുമല്ല, പക്ഷെ വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇത്ര പൊക്കി പറയാൻ മാത്രം എന്താ അതിന്റെ പ്രത്യേകത? ചില പ്രത്യേകതകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വെൽ ഡിഫൈൻഡ് സിലബസ് ആണ്. ഇതേപോലെ വെയ്ഗ് ആയിട്ടുള്ള സിലബസ് അല്ല. ഇപ്പൊ ജനറൽ അവയർനെസ് വെയ്ഗ് എന്ന് പറയാൻ കാരണം അതിന്റെ ബൗണ്ടറീസ് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, അല്ലെ? ഇന്ന ഒരു സർക്കിളിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ, ഇല്ല. അതിന് പുറത്തു നിന്നും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ ഇതെന്താണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത? വെൽ ഡിഫൈൻഡ് സിലബസ് ആണ്. അതായത് ഇങ്ങനെ ഒരു ഇട്ടാവട്ടമുണ്ട്. ഈ ഇട്ടാവട്ടത്തിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഗ്രാമറിൽ ഇപ്പൊ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? പ്രഡിക്റ്റബിൾ അല്ലേ? നോ സർപ്രൈസസ് അല്ലെ? പ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അതിന്റെ പുറത്തേക്ക് ചോദിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്, അല്ലെ? പാറ്റേൺ ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന ഒരു കാര്യമാണ് വെൽ ഡിഫൈൻഡ് സിലബസ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് യു ആർ നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം സീറോ. നിങ്ങൾ ഒരിക്കലും സീറോയിൽ നിന്നല്ല തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇവിടെ തുടങ്ങിയാൽ നമ്മൾ 0-ൽ നിന്ന് പണിത് വെക്കേണ്ടി വരും, അല്ലെ? പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോ അങ്ങനെ നിങ്ങൾ 0-ൽ നിന്ന് തുടങ്ങണ്ട. നിങ്ങൾ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ ലാംഗ്വേജ് ആണ്, അല്ലെ? ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഇസ് എവ്രിവെയർ. whether the music you are listening to or whether the books you are reading, ഏതായാലും അതിലൊക്കെ ഇംഗ്ലീഷ് ഭാഗമായിട്ടുണ്ട്. അപ്പം അതിലൂടെ നമ്മൾ പാസീവ് ലേണിംഗിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമുക്കറിയാം, അല്ലെ? വി ഓൾറെഡി നോ സർട്ടൻ തിങ്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ മതി. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള നമ്മുടെ അറിവിനെ നമ്മളൊന്ന് ഗ്യാദർ ചെയ്ത് സ്ട്രക്ചർ ചെയ്താല് എന്തായി? ഇംഗ്ലീഷ് പഠിച്ചു. ഇത്ര സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം. സ്ട്രക്ചർ ചെയ്താൽ മതി. മൂന്നാമത്തെ കാര്യം മെമ്മറി ആണോ? മെമ്മറി അല്ല, സ്ട്രാറ്റജി ആണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജി. ഞാൻ പറയുന്ന മെമ്മറി അല്ല, സ്ട്രാറ്റജി ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ നമ്മുടെ ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആയാലും യു ഹാവ് ടു മെമ്മറൈസ്, അല്ലെ? നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയില്ല. സ്ട്രാറ്റജിയാണ് പ്രധാനപ്പെട്ടത്. You learn some core topics, core grammar rules. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണെന്നറിയോ? കൃത്യമായ പ്രാക്ടീസ്. ആ പ്രാക്ടീസിലൂടെ നിങ്ങളുടെ അറിവിനെ മൂർച്ചയുള്ളതാക്കി മാറ്റുക, തെളിമയുള്ളതാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇംഗ്ലീഷിനെ കുറിച്ച് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞു വെച്ചാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ എക്സാമിലേക്ക് വരാം. എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രിലിംസിനെ നമുക്ക് ആദ്യം തുടങ്ങാം കേട്ടോ. പ്രിലിംസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നമുക്ക് 100 ചോദ്യങ്ങളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 100 മാർക്കുണ്ട് എന്ന് കരുതി ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് എന്നല്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്തു തീർക്കാൻ നമ്മുടെ കയ്യിലുള്ളത് 60 മിനിറ്റ് ആണ്. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 വിഷയങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഓരോ വിഷയത്തിനും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, 20-20. അങ്ങനെയാണ് മൊത്തം 60 മിനിറ്റ് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ പ്രിയപ്പെട്ട വിഷയമാണ് കിടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. 30 ചോദ്യങ്ങൾ, 30 മാർക്ക് തുല്യമാണ്. QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻസ് ആൻഡ് ദ മാക്സിമം മാർക്സ് എത്രയാണ്? 30. 35, 30. ഓക്കെ, റീസണിങ് എബിലിറ്റി 35.
മാർക്ക് എത്രയാണ്? 40. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ചില വ്യത്യാസങ്ങൾ IBPS എക്സാമിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നേരത്തെ ഇത് ഇങ്ങനെയായിരുന്നു, 35 35 എന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ 5 എങ്ങോട്ട് കൂടി? ഇങ്ങോട്ട് കൂടി, ഇവിടെ 40 ആയി. അപ്പൊ എന്താണ്? റീസണിങ്ങിന് കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൂട്ടി കൊടുത്തിട്ടുണ്ട്. 40 ആയി മാർക്ക്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന 5 കുറഞ്ഞ് ഇപ്പുറത്തേക്കാണ് കൂടിയത്. അപ്പൊ അതൊരു മാറ്റമാണ് പ്രിലിംസിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ എത്ര വരുന്നത്? 0.25 ആണ് കേട്ടോ നെഗ് വരുന്നത്. അതായത് പിഴയായിട്ട് നമ്മൾ ഒരു ചോദ്യം തെറ്റിച്ചാൽ കൊടുക്കേണ്ടി വരുന്നത് 0.25 ആണ്. ഓക്കെ, ഇഫ് ദാറ്റ്സ് ക്ലിയർ, നമുക്ക് മെയിൻസിന്റെ പാറ്റേൺ നോക്കാം. മെയിൻസില് 4 വിഷയങ്ങൾ വരുന്നുണ്ട്. അവിടെ എന്ത് വരുന്നുണ്ട് എക്സ്ട്രാ? ജനറൽ അവയർനെസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് QA തന്നെയാണ് കേട്ടോ. QAയുടെ ടോപ്പിക്സ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഇവിടെ റീസണിങ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40, മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 60 ആണ്. മീഡിയം ഓഫ് എക്സാം അത് ഓക്കെ, 50 minutes. So this section has to be done within 50 minutes. 50 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കണം. ജനറൽ, ഇവിടെയും ഒരു മാറ്റം വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിൽ അതിൽ ബാങ്കിങ് അവയർനെസ് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ RBI സർക്കുലേഴ്സ്. അപ്പം ഇതും നമ്മൾ പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു മോണിറ്ററി പോളിസി, ബാങ്കിങ് ഓപ്പറേഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് RBI ഇന്നോളം പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലേഴ്സും നമ്മൾ പഠന വിഷയമാക്കണം. അതും ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ചേഞ്ച് ആണ്. അപ്പൊ അതിന് 35 ആണ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാർക്സ് വരുന്നത് 50 ആണ്. കാര്യമായ ഇതുണ്ട്. യെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ്, മാർക്സ് വരുന്നത് 40 ആണ്. DI അഥവാ ഡാറ്റ അനാലിസിസ് ഓർ ഇന്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻസ്, 50. അപ്പം ഇംഗ്ലീഷ് ഇത് 25 മിനിറ്റ് ആണ്. ജനറൽ അവയർനെസ് ഇംഗ്ലീഷിന് 40 മിനിറ്റ് ഉണ്ട്. സെക്ഷണൽ ടൈമിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ DIക്ക് എത്രയാണ്? 45. അങ്ങനെ മൊത്തം ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഇത് ഞാൻ ഒബ്ജക്റ്റീവ് ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻസിൽ പിന്നെ ആരുണ്ട്? നമ്മളൊക്കെ പേടിക്കുന്നത് നമ്മൾ അവകാശപ്പെടുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ട് അല്ലെ. അത് ഒഴിച്ചു നിർത്തി ഒബ്ജക്റ്റീവ് ടൈപ്പ് 145 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 160 മിനിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ചെയ്തു തീർക്കാനുള്ള സമയം 160 മിനിറ്റ് ആണ്. അപ്പം ഈ മെയിൻസ്, ഇത് മെയിൻസ് ആണ് കേട്ടോ. ഇനിയിപ്പോ ഇത് എന്താന്ന് ആദ്യമായിട്ട് കാണുന്നവർ തെറ്റിദ്ധരിക്കണ്ട. മെയിൻസ്, യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഈ പ്രിലിംസില് ഈ 35 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതേപോലെ 30-40 മാർക്കുകൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികൾ എന്ത് വിചാരിക്കുന്നറിയോ? ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷെ അത് വലിയൊരു അപകടം നിറഞ്ഞ ചിന്തയാണ്. നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ആയവരുടെ മാർക്ക്, ഗ്രേഡ് കാർഡ് നോക്ക്. ഇംഗ്ലീഷിൽ അവർ മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? ഈ QA റീസണിങ് ഒക്കെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന. Most of the aspirants are well versed in both quantitative aptitude and reasoning ability. അപ്പൊ അതിൽ നിന്നൊരു വലിയൊരു വ്യത്യാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. മാർക്കിൽ വ്യത്യാസം വരുത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ളത് ഇംഗ്ലീഷിനാണെന്ന് തിരിച്ചറിയുക. അപ്പൊ അത് കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. യെസ്, ഓക്കെ, യെസ്. ഇനി നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ബാങ്കിങ് എക്സാംസിനോട് പൊതുവെ എല്ലാവർക്കും ഒരു വിമുഖതയുണ്ടെന്ന് പറഞ്ഞാൽ ആ വിമുഖതയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ഡിസ്ക്രിപ്റ്റീവില് ഇവിടെയും ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ SBI POയിലും ചേഞ്ച് വന്നിട്ടുണ്ട്, IBPSലും ചേഞ്ച് വന്നിട്ടുണ്ട്. IBPSൽ ഇവിടെ എസ് എന്ന്, മുൻപ് എന്തായിരുന്നു? എസ്ഐയും ലെറ്ററുമായിരുന്നു അല്ലെ. ഇപ്പൊ എന്താ? എസ്ഐയും കോംപ്രഹെൻഷൻ റൈറ്റിംഗുമാണ്. 2 ചോദ്യങ്ങൾ ഉണ്ടാവും, 25 മാർക്കാണ്. നമുക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം 30 മിനിറ്റ് ആണ്. അതിനുള്ളിൽ നമ്മൾ തീർക്കണം ഈ സെക്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം എസ് എ നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ വാട്ട് ഈസ് കോംപ്രഹെൻഷൻ റൈറ്റിംഗ്? 2 വാക്കുകൾ വരുന്നുണ്ട്. കോംപ്രഹെൻഷൻ റൈറ്റിംഗ്, കോംപ്രഹെൻഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്ക് ചെയ്യാൻ അറിയാം. ഒരു പാസേജ് തരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട്
ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തരും. നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ അവിടെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം മതി അല്ലേ? പാസേജ് വായിച്ച് നോക്കിയിട്ട് ശരിയായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. പക്ഷെ കോംപ്രഹെൻഷൻ റൈറ്റിംഗിലേക്ക് വരുമ്പോ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ചോദ്യങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും. സെയിം റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താണോ അതുപോലെ തന്നെയാണ് കോംപ്രഹെൻഷൻ റൈറ്റിംഗിൽ. വി ആർ ഗിവൺ എ പാസേജ്, ഒരു പാരഗ്രാഫ്, അത് വായിച്ച് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കേവലം ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം. അതാണ് കോംപ്രഹെൻഷൻ റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ്, അതിന്റെ കോൺസിക്വൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനമാണ് തന്നെന്ന് വിചാരിക്കുക, ഒരു പാരഗ്രാഫ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഉത്തരം നൽകണം. ഉദാഹരണത്തിന്, സമ്മറൈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ് ഇൻ അബൌട്ട് 80 words. ഓർ അല്ലെങ്കിൽ വാട്ട്സ് ദ എന്താണ് പറയുക, ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെ ഓതേഴ്സ് പോയിന്റ്, അത് വ്യക്തമാക്കുക. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടേം ഡാഷ് ആസ് പ്രസന്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പാരഗ്രാഫ് എന്നും ചോദ്യങ്ങൾ വരിക. ഇതിന് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനെ പേടിക്കുന്നു എന്ന് ചോദിച്ചാൽ, പലർക്കും ഇങ്ങനെ ഒരു ഇതുണ്ട്, എക്സാംസ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ഞാൻ ചെയ്യും, പക്ഷെ എങ്ങനെയാണ് ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുക? അവിടെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യണ്ടേ? ചുമ്മാ ഐഡിയാസ് ജനറേറ്റ് ചെയ്താൽ മാത്രം കണ്ടേ, എക്സ്പാൻഡ് ചെയ്ത് എഴുതണം അല്ലെ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, we all have that capability to generate ഐഡിയ. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഒരു ഫോട്ടോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ക്യാപ്ഷൻ ഇടുന്നത് അല്ലെ? അല്ലെങ്കിൽ കമന്റ് ഇടുന്നത്. ഇപ്പൊ we have that capability, we have that creativity. പക്ഷെ നമുക്ക് ഇല്ലാത്തത് എന്താ? ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? അതൊക്കെ, പക്ഷെ ഐഡിയ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവില്ല അല്ലെ? അവിടെയാണ് പ്രശ്നം. ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, പക്ഷെ അതിനെ ഒരു 2-3 പാരഗ്രാഫ് ആയിട്ട് തരംതിരിച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രശ്നം എന്താ? ലാക്ക് ഓഫ് വൊക്കാബുലറി. പരിമിതമായിട്ടുള്ള പദസമ്പത്ത് മാത്രമേ എനിക്കുള്ളൂ. പ്രശ്നമാണ്. അതേപോലെ ലിമിറ്റഡ് നോളജ് ഇൻ ഗ്രാമർ ഗ്രാമാറ്റിക്കൽ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട വലിയ പരിചയമില്ല, അറിയില്ല. അപ്പം ഇത് 2 കാരണമാണ് ഈ ഐഡിയയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കാത്തത്. വൺസ് നമ്മൾ ഈ 2 മേഖലകളിലും നൈപുണ്യം കൈവരിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് എന്താണ് പറയാ, വൊക്കാബുലറി, ഗ്രാമർ, ഇനി ഒരു മേമ്പടി എന്നവണ്ണം കുറച്ചും കൂടി നമ്മൾ രസത്തിൽ ഉപ്പിടുന്നില്ലേ, അതേപോലെ കുറച്ച് പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ, കൃത്യമായ പ്രാക്ടീസും ചിട്ടയായ വായനയും കൃത്യമായ അറിവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് IBPS PO എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് മെയിൻസിന്റെ ഭാഗമാണ് കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത് പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇംഗ്ലീഷിനെ പറ്റി സംസാരിക്കാം, അധികം സമയം എടുക്കുന്നില്ല. ഓക്കെ, when it comes to English, ഈ ടോപ്പിക്സിനെ നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ട് തരംതിരിക്കാം. അതായത് 4 വിഭാഗങ്ങളായിട്ട് ചോദ്യങ്ങളെയും ടോപ്പിക്കുകളും ഒക്കെ 4 ആയിട്ട് തരംതിരിക്കാം. ഇന്ന് ഗ്രാമർ വിഭാഗം, വൊക്കാബുലറി, കോംപ്രഹെൻഷൻ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഈ 4 മേഖലകളിലും ഒരുപോലെ പ്രാവീണ്യം നമ്മൾ നേടിയെടുക്കണം. ഏറെ പ്രത്യേകമായി ആദ്യത്തെ AB പാർട്ട്, ഇത് ഒരു പക്ഷിക്ക് 2 തൂവലുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഗ്രാമറും വൊക്കാബുലറി. ഗ്രാമറിൽ എന്താ പഠിക്കേണ്ടത്? കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലെ? സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഗ്രാമർ മാത്രം മതിയോ? പോരാ, നമുക്ക് വൊക്കാബുലറി കൂടി വേണം. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പദസമ്പത്ത് എന്ന് ചിന്തിക്കുക, പദസമ്പത്ത്. ഇപ്പൊ നമ്മുടെ പദസമ്പത്തും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വാക്കുകൾ അറിയാം എന്നതും എക്സാമിന് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടും. ഈ 2 ചിറകുകളും ശക്തമാണെങ്കിൽ ഈ 2 മേഖലകളിൽ പറന്നുയരാൻ നിങ്ങൾക്ക് പറ്റും. യെസ്, ഇത് 2 സെറ്റ് ആണെങ്കിൽ കോംപ്രഹെൻഷൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് 2 പറയുന്ന പോലെ ഇത് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ? എന്താ ബുദ്ധിമുട്ട്? ഓക്കെ, ഇപ്പൊ
അപ്പം ഇത് മൂന്നും സെറ്റ് ആണെങ്കിൽ ഇവിടെ യു വിൽ ക്രിയേറ്റ് മിറക്കിൾസ് ഇൻ ദിസ് സെക്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഇത് മൂന്നും നിങ്ങൾക്ക് പക്കയാണെങ്കിൽ ഇവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. ഓക്കെ, യു വിൽ പെർഫോം മിറക്കിൾസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. അത് നിങ്ങൾക്കൊരു ഭാരമായി തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കണം നമ്മൾ കണ്ടു അല്ലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് IBPS-PO എക്സാമിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളുടെ ടൈപ്പാണ്. കുറെയൊക്കെ നമുക്ക് പരിചയമുണ്ട്, പരിചയമുള്ളത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല. റീഡിംഗ് കോംപ്രഹെൻഷൻ അറിയാലോ, ഒരു പാസേജ് തരും, ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കൃത്യമായ ഓപ്ഷൻ പാസേജിന്റെ വെളിച്ചത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. ക്ലോസ് ടെസ്റ്റ് SSC എല്ലാ ഇംഗ്ലീഷ് വിഭാഗമായിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലെയും കോമൺ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ക്ലോസ് ടെസ്റ്റ്. അതായത് നമുക്കൊരു പാസേജ് തരും, ഇതാണ് ആ പാസേജ് എന്ന് വിചാരിക്കുക. ആ പാസേജിന്റെ ഒരു 5 അല്ലെങ്കിൽ 2-3 ഇടങ്ങളിൽ ബ്ലാങ്ക് ആയിരിക്കും, ബ്ലാങ്ക് സ്പേസസ്. ഓരോ ബ്ലാങ്ക് സ്പേസിനും 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബ്ലാങ്ക് സ്പേസിനും കറക്റ്റ് ഓപ്ഷൻ വെച്ച് ഫില്ല് ചെയ്ത് ആ ഒരു പാസേജിനെ പൂർണ്ണമാക്കും. ദാറ്റ് ഈസ് വാട്ട് എന്താണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എറർ സ്പോട്ടിംഗ് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ഒരു സെന്റൻസിനെ ഇങ്ങനെ AB അല്ലെ, ABC, പിന്നെ ഒരു പാർട്ടും കൂടി ഉണ്ടാവും നോ എറർ, അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സെന്റൻസിൽ ഏത് ഭാഗത്താണോ എറർ അത് സെലക്ട് ചെയ്യാം. നമ്മൾ അവിടെ അത് തിരുത്തി കൊടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. യു ഓൺലി നീഡ് ടു ഫൈൻഡ് ദ എറർ പാർട്ട്, അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് ഭാഗികമായി ശരിയായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടിയിട്ടുള്ള ഒരു സെന്റൻസ് വരും. നമ്മൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷനിൽ ഏത് വെച്ച് അതിനെ ഇംപ്രൂവ് ചെയ്യാം അല്ലാതെ റീപ്ലേസ് ചെയ്യാം അത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്ലോസ് ടെസ്റ്റ് പോലെ തന്നെയാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് അല്ല, മറിച്ച് ഒരു സെന്റൻസ് തരും. ആ സെന്റൻസിന് ഏതെങ്കിലും ഒരു സ്ഥലം ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിൽ ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്ലാങ്ക് നിറയ്ക്കുക. ഓക്കെ, നമ്മൾ പദപ്രശ്നം എന്നൊക്കെ പറയാറില്ലേ, പൂരിപ്പിക്കുക. പാരാജമ്പിൾസ് വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരു ആർട്ടിക്കിള് അല്ലെങ്കിൽ ഒരു എസ്സേ, ഇനി അതും അല്ലെങ്കിൽ ഒരു സംഭവം അത് നമുക്ക് തരും. നമുക്ക് എങ്ങനെ തരുന്നതെന്ന് അറിയുമോ? ഷഫിൾഡ് ആയിട്ടായിരിക്കും തരുന്നത്. അതായത് ആദ്യം നടന്നതായിരിക്കും അവസാനം കൊണ്ടുവെക്കുന്നത്, അവസാനം നടന്നതായിരിക്കും ആദ്യം കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ഓർഡർ തെറ്റിച്ച് നമ്മൾ നമുക്ക് തരും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൃത്യമായ ഓർഡറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ വെച്ചാലാണോ ഓർഡർ ശരിയാവുന്നത് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. മാച്ച് ദ കോളം, അത് SSCക്ക് ഇല്ല, ബാങ്കിങ് എക്സാംസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉള്ള ഒരു ടൈപ്പാണ് മാച്ച് ദ കോളം എന്ന് പറയും. ഇവിടെ 2 കോളംസ് ഉണ്ടാവും, A അതുപോലെ തന്നെ B. ഈ 2 കോളംസിലും സെന്റൻസിന്റെ ഫ്രാഗ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും, ഇവിടെ കുറച്ച് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അപ്രോപ്രിയേറ്റ് ആയത് ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓപ്ഷൻ ബിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് ചെയ്യേണ്ടത്. ഉദാഹരണം, he went to the store. ഇവിടെ to sleep എന്നുണ്ട്, to buy some apples. കണ്ടോ? He went to the store. ഇതാണ് സെന്റൻസ് ഫ്രാഗ്മെന്റ്. ഇത് ഏതാ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ടു സ്ലീപ്പ് ആണോ ടു ബൈ സം ആപ്പിൾസ് ആണോ? അവൻ സ്റ്റോറിൽ പോയത് തീർച്ചയായിട്ടും ഉറങ്ങാനല്ലല്ലോ, ആപ്പിൾ വാങ്ങാനായിരിക്കില്ലേ. അപ്പം ഇതാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് മാച്ച് ദ കോളം. വേർഡ് സ്വാപ്പും ബാങ്കിങ് എക്സാംസിൽ മാത്രം കാണുന്നതാണ്. യെസ്, വേർഡ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് ഇങ്ങനെ തരും. ആ പാസേജിന്റെ ചില വാക്കുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. The word 1, 2, 3. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈലൈറ്റ് ചെയ്ത വേർഡുകൾ ഷഫിൾഡ് ആയിട്ടായിരിക്കും. അതായത് ഇവിടെ വരേണ്ടതായിരിക്കും ചിലപ്പോൾ ഇവിടെ കിടക്കുന്നത്, ഇവിടെ വരേണ്ടതായിരിക്കും ചിലപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ഓർഡറിലേക്ക് പ്ലേസ് ചെയ്യണം. അതാണ് വേർഡ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, തീർന്നിട്ടില്ല. വേർഡ് യൂസേജ് ഉണ്ട്. എ സിംഗിൾ വേർഡ് ഈസ് പ്രൊവൈഡഡ് ആൻഡ് യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ സെന്റൻസ് ഓപ്ഷൻസ്.
യു മസ്റ്റ് സെലക്ട് ദ സെന്റൻസ് ഇൻ വിച്ച് ദ വേർഡ് ഈസ് യൂസ്ഡ് കറക്റ്റ്ലി. അതായത് ഒരു വേർഡിനെ തന്നെ പല സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡിന്റെ സ്വാഭാവിക അർത്ഥത്തോട് ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ, അതായത് ചേർന്ന് നിൽക്കുന്ന സെന്റൻസ് അടങ്ങിയ ഓപ്ഷൻ അത് തിരഞ്ഞെടുക്കുക. വൊക്കാബുലറി, പര്യായ പദങ്ങളും വിപരീത പദങ്ങളും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ശൈലികൾ, അതിന്റെ മീനിങ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് തന്നിട്ട് ഇത് ഈ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. കണക്ടർ ബേസ്ഡ് ചോദ്യങ്ങൾ, ഏതൊക്കെ ഈ കണക്ടേഴ്സ്, നമ്മുടെ ഈ ബട്ട്, സോ, ദോ, ഹൗ എവർ, തന്നെ നമ്മൾ കൺജങ്ഷൻസ് എന്ന് വിളിക്കും. അപ്പൊ കൺജങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ, അതിനെ ശരിയാക്കാനൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻഫറൻസ് അല്ലെങ്കിൽ അസംഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം എ ഷോർട്ട് പാസേജ് ഈസ് ഗിവൺ ഫോളോഡ് ബൈ ക്വസ്റ്റ്യൻസ് ആസ്കിംഗ് വാട്ട് ക്യാൻ ബി ലോജിക്കലി ഇൻഫേർഡ് ഓർ അസ്യൂംഡ് ഫ്രം ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. ഒരു പാസേജ് തരും, ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം? ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്തിന്റെ വെളിച്ചത്തില്? നമുക്ക് തന്ന പാസേജിന്റെ വെളിച്ചത്തിൽ ഏതാണ് തെറ്റെന്നൊക്കെ അസ്യൂം ചെയ്യുക, ഏതാണ് ശരി എന്നൊക്കെ. Sentence paragraph completion. A sentence or a paragraph with a missing part is given and you must select the most appropriate option to complete it meaningfully. Yes, missing part. One word substitution അഥവാ ഒറ്റ വാക്കിൽ ചുരുക്കുക. ഒരു വലിയ സെന്റൻസ് തരും and will be given 4 options as well. നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്ഷനെ ഒറ്റ വാക്കിൽ ചുരുക്കത്തക്ക രീതിയിൽ ഏത് ഓപ്ഷൻ എടുക്കാം, അതാണ് നമ്മുടെ ടാസ്ക്. അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ സ്പെല്ലിംഗ് എറർ, മിസ്പെൽഡ് വേർഡ്സ് വളരെ എളുപ്പമാണ്, വളരെ കോമൺ ആയിട്ടുള്ള പാറ്റേൺ ആണത്. നമുക്കറിയാം SSC എക്സാംസ് ഒക്കെ എഴുതുന്നവരെ സംബന്ധിച്ച് ഓൾറെഡി അത്തരത്തിലുള്ള ടൈപ്പ് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ തെറ്റായിട്ട് ഒരു 4 ഓപ്ഷൻ തരും, ചിലപ്പോൾ തെറ്റായത് കണ്ടുപിടിക്കാൻ പറയും, തെറ്റായി സ്പെൽ ചെയ്യപ്പെട്ട വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 3 എണ്ണം തെറ്റ് തരും, 1 എണ്ണം മാത്രം ശരി തരും. അപ്പൊ നമ്മളോട് എന്ത് തരും? ശരിയായിട്ട് സ്പെൽ ചെയ്തിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ പല രീതിയിൽ ചോദിക്കപ്പെടും. യെസ്, അപ്പൊ നമ്മൾ ചോദ്യങ്ങളുടെ ടൈപ്പ് മനസ്സിലാക്കി അല്ലെ? ഇനിയാണ് ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളത്, വാട്ട് ടു സ്റ്റഡി. ഈ ചോദ്യ ടൈപ്പുകൾ ചെയ്യാൻ ഞാൻ എന്തു പഠിക്കണം? വെരി ഇമ്പോർട്ടന്റ് വൺ. കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇഫ് യു ആർ എ ബിഗിനർ, നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ ഒരു മീഡിയം ലെവലിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ചിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതൊരു പക്ഷെ കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റിടങ്ങളിൽ നിങ്ങൾ തെറ്റുവരുത്തുന്നത്. നിങ്ങൾ മറ്റിടങ്ങളിൽ തെറ്റുവരുത്തുന്നത് അതിന്റെ മൂല കാരണം എന്തായിരിക്കാം? പാർട്സ് ഓഫ് സ്പീച്ച് കൃത്യമായിട്ട് അറിയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയില്ല. ഏതൊക്കെയാ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? ഇവിടെ എഴുതാം. നൗണ്, പ്രോനൗൺ, പിന്നെ അഡ്ജക്റ്റീവ്, 4 വെർബ്, 5 ആഡ്വർബ്, 6 പ്രിപ്പോസിഷൻ, 7 കൺജങ്ഷൻ, പിന്നെ 8 ഇന്റർജെക്ഷൻ ആണ്. പൊതുവെ ഗ്രാമർ പ്രകാരം ഇന്റർജെക്ഷൻ ആണ്, പക്ഷെ ഇന്റർജെക്ഷന് വലിയൊരു പ്രാധാന്യം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ആർട്ടിക്കിൾസ് എന്നത് ചേർക്കുന്നു. ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്. ഇവിടെ ഇതാണ് ഇംഗ്ലീഷിന്റെ തറ, ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ അതിന്റെ മുകളിൽ എന്ത് സൗധം കെട്ടിപ്പൊക്കാൻ നിന്നാലും തകർന്നു പോകും. ഫൗണ്ടേഷൻ, തറ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. എടാ, നിങ്ങൾ വീട് പണിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എത്രയേറെ ശ്രദ്ധയോടുകൂടിയാണ് അതിന്റെ തറപ്പണി നടത്തുന്നത് അല്ലെ? കൃത്യമായിട്ട് കല്ലിട്ട് മണ്ണ് നിറച്ച് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും, വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ കൃത്യമാക്കും. എന്തിനു വേണ്ടിയിട്ടാ? കാരണം അതിന്റെ മുകളിലാണ് നമ്മൾ ബാക്കിയുള്ള ചുമരും മേൽക്കൂരും ഒക്കെ വെട്ടി വെക്കേണ്ടതല്ലേ. അപ്പൊ അത് ഉറപ്പില്ലെങ്കിൽ നമ്മൾ കെട്ടിവെക്കുന്ന മുഴുവൻ തകർന്നു പോവില്ലേ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. മാത്സ്, റീസണിങ്, അത് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ചതുർക്രിയകൾ അറിയണം, അതുപോലെ ഗുണനപ്പട്ടിക, നമ്മുടെ വർഗപ്പട്ടിക, സ്ക്വയറിന്റെ, അതാണ് കേട്ടോ വർഗപ്പട്ടിക. ചില വർഗപ്പട്ടിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല, അത് സ്ക്വയറിന്റെ ടേബിളാണ്. അപ്പൊ അതൊക്കെ പഠിച്ചാൽ മാത്രമല്ല, അല്ലാതെ ആദ്യം കയറി അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യാണോ? അല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് പ്രകാരം ഇവിടെ കൃത്യമായിട്ട് പഠിക്കുക. എങ്ങനെ പഠിക്കണം പാർട്സ് ഓഫ് സ്പീച്ച്? അപ്പം അതിന്റെ
ശ്രദ്ധിക്കണേ, ടൈപ്പ്, നേച്ചർ, ആപ്ലിക്കേഷൻ. ഈ 3 കാര്യങ്ങൾ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൗണിന് ഒരു 5ഓളം ടൈപ്പ് ഉണ്ടെന്ന് അറിയാം അല്ലെ. മെറ്റീരിയൽ നൗണ്, പ്രോപ്പർ നൗണ്, കോമൺ നൗണ്, കളക്റ്റീവ് നൗണ്, പിന്നെ അങ്ങനെ അൺകൗണ്ടബിൾ നൗണ്, കൗണ്ടബിൾ നൗൺ, അങ്ങനെ തന്നെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ടൈപ്പിന്റെ പ്രത്യേകതകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓരോ ടൈപ്പിന്റെ നേച്ചർ, അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ, അതിന്റെ കൂടെ സിംഗുലർ വെർബാണോ പ്ലൂരൽ വെർബാണോ വരിക, അങ്ങനെയുള്ള ചില നേച്ചറുമായിട്ട്, പിന്നെ ആപ്ലിക്കേഷൻ, ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പ്രോപ്പർ നൗൺ ആണെങ്കിൽ അതിന്റെ കൂടെ എയും ആനും ഉപയോഗിക്കില്ല. അത് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരിച്ചറിവാണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഓരോ അംഗത്തെ സംബന്ധിച്ചും ഈ 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം ടൈപ്പ് പഠിക്കുക, അതിന്റെ സ്വഭാവം പഠിക്കുക, പിന്നെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട, അതായത് ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിലയിരുത്തുക. ഓക്കെ, അപ്പൊ ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി ഇതിനകത്ത് കൃത്യമായ ധാരണ നിങ്ങൾ കൈവരിച്ചു എന്ന് വിചാരിക്കുക. നേരെ അങ്ങോട്ടേക്ക് പോകണം. സെന്റൻസ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എന്ന് വിളിക്കുന്ന മേഖലകളിലേക്ക് കിടക്കണം. ഏതൊക്കെയാണത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, നമ്മളതിനെ ഗോൾഡൻ റൂൾ എന്നാ വിളിക്കുന്നത് ഇംഗ്ലീഷിലെ. കാരണം എന്താ? നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ് തൊട്ട് അവസാനത്തെ ക്ലാസ് വരെ വളരെ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു നിയമമാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ഗോൾഡൻ റൂൾ ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, അതില്ലെങ്കിൽ നമ്മൾ എഴുതുന്നതായിക്കോട്ടെ സംസാരിക്കുന്നതായിക്കോട്ടെ ഇംഗ്ലീഷിലെ സെന്റൻസുകളൊക്കെ തെറ്റിപ്പോകും കേട്ടോ. ടെൻസസ്, 12ഓളം ടെൻസസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പഠിച്ചു പോകാം? ഈ ടെൻസസിന്റെ കൂടെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് പഠിക്കാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് കേട്ടോ. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. വോയിസ് അറിയാലോ, ആക്റ്റീവ് ആൻഡ് പാസീവ്. അപ്പം ഇതിനെ ഒരു ബബിൾ ആയിട്ട് കണ്ടാല് ഇത് 3ഉം ഒരുമിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്, പക്ഷെ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റും. കണ്ടീഷണൽ സെന്റൻസസ്, ഈഫ് ക്ലോസസ് ഉണ്ട്, അൺലെസ്സിൽ തുടങ്ങുന്ന മറ്റ് കണ്ടീഷണൽ സെന്റൻസസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്, ബട്ട് സ്റ്റിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു സെന്റൻസ് വന്നാൽ അതിന്റെ ടാഗിൽ എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം അഡ്ജക്റ്റീവിനായാലും ആഡ്വർബിനായാലും 3 ഫോംസ് ഉണ്ട് അല്ലെ, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. എടാ നമ്മൾ ടോള്, ടോളർ, ടോളസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, അതിനെയാണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അത് ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇൻവേർഷനാണ്. അത് പലരും ഈ ഇൻവേർഷൻ അറിയാത്തത് കാരണം ചില സെന്റൻസുകളൊക്കെ തെറ്റാന്ന് വിചാരിക്കാറുണ്ട്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാല് വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്ന അതിനെയാണ് പറയുക. VS, വെർബ് കംസ് ബിഫോർ ദ സബ്ജക്ട്. അങ്ങനെയും സെന്റൻസുകൾ തുടങ്ങാറുണ്ട്. അതിനെ നമ്മൾ ഇൻവേർഷൻ എന്നാ പറയാ. അപ്പൊ അതിന്റെ ബേസിക് നിയമങ്ങൾ പഠിക്കുക. പാരലിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ പാരലിസം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, ഏത് വെർബ് ടെൻസിലാണോ ഒരു സെന്റൻസ് തുടങ്ങിയത്, അതിൽ വേണം നമ്മൾ അതിനെ അവസാനിക്കാൻ. ത്രൂ ഔട്ട് ആ ഒരു സെയിം വെർബ് ടെൻസ് തന്നെ ഒരു സെന്റൻസിൽ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആ നിയമത്തെ പാരലിസം എന്ന് പറയും. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, ഒരു അസേർട്ടീവ് സെന്റൻസിനെ എങ്ങനെ ഇന്ററോഗേറ്റീവ് ആക്കാം, എങ്ങനെ എക്സ്ക്ലമേറ്ററി ആക്കാം, അങ്ങനെ കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ. ഒരു സിമ്പിൾ സെന്റൻസിനെ എങ്ങനെ കോമ്പൗണ്ട് ആക്കാം, എങ്ങനെ കോംപ്ലെക്സ് ആക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്? ഈ ട്രാൻസ്ഫോർമേഷൻ സെന്റൻസ് പഠിച്ചാലേ റൈറ്റിംഗ് നമുക്ക് സുഗമമാക്കാൻ പറ്റത്തുള്ളൂ. എഴുത്തിൽ നിങ്ങൾക്ക് ഫ്ലോ വേണമെങ്കിൽ യു ഹാവ് ടു ലേൺ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. ഓക്കെ, അപ്പൊ അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എഴുത്ത് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതാണ് സെന്റൻസ് സ്ട്രക്ചറുമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കേവലം ഒബ്ജക്റ്റീവ് ടൈപ്പിന് വേണ്ടി മാത്രമല്ലല്ലോ, ഡെസ്ക്രിപ്റ്റീവിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് പഠിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കുന്നത്. യെസ്, ചില പ്രാക്ടിക്കൽ ടിപ്സ് കൂടി ഒന്ന് പറഞ്ഞു പോകാം. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, യു ഷുഡ് മാസ്റ്റർ ദ ബേസിക്സ് ഫസ്റ്റ്. നിങ്ങൾക്ക് ചില റൂൾസ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, യു ഗോ ടു ദ ബേസിക്സ്. ഗോ ടു ദ ബേസിക്സ്. പിന്നെ ലേൺ ത്രൂ പാറ്റേൺസ്. ചിലരെന്ത് ചെയ്യുന്നറിയോ? എന്നാ പിന്നെ ഗ്രാമർ പഠിച്ചു കളയാം, കുറയ്ക്കണ്ട. 120 റൂൾസ് എല്ലാവരുടെയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ് അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ളവര് ഗ്രാമർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് 120 റൂൾസ്.
ഉടനെ 120 റൂൾസ് എടുത്ത് ചാടി കയറി ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാണ്ട് കുറെ നിയമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ്. ഓക്കെ, ഒരുപക്ഷെ ഷോർട്ട് ടേമിൽ ഉപകാരപ്പെട്ടേക്കാം, പക്ഷെ ലോങ് ടേമിൽ ഒരിക്കലും അത് ഉപകാരപ്പെടില്ല. ഞാൻ എഴുതി തരാം, ഉപകാരപ്പെടില്ല. എന്ത് ചെയ്യണം? എടാ, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ച് പഠിക്കാൻ നോക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ തുടങ്ങണം. SVO നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ SVO ആണ്. അപ്പൊ എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക, എന്താണ് വെർബ്, ക്രിയ. ഓക്കെ, ഒബ്ജക്റ്റ് എന്താണ്, എത്ര തരം ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? നൗണ് വരാം, പ്രോനൗണ് വരാം. ഇനി നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ നമ്മൾ എന്ത് വിളിക്കും? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും, അല്ലെ? ഇനി ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് ആഡ്വർബ് എന്ന് വിളിക്കുക. ഇനി ഈ സെന്റൻസിന്റെ ഇടയില് നൗൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കാനും പ്രോനൗണിനെ വെർബുമായിട്ട് ബന്ധിപ്പിക്കാനും വെർബിനെ മറ്റൊരു നൗണുമായിട്ട് ബന്ധിപ്പിക്കാനും നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കും. രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കാൻ, രണ്ട് SVOകളെ ബന്ധിപ്പിക്കാൻ എന്തുപയോഗിക്കും? കൺജങ്ഷൻസ് ഉപയോഗിക്കും. അങ്ങനെ സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ലേ ഔട്ട് കിട്ടും. ഇല്ലേ, 120 റൂൾസ് പഠിച്ചാല് നമ്മൾ വേഗം മറന്നുപോകും. അത് ചുമ്മാ മെമ്മറൈസ് ചെയ്യുന്നത് പോലെ ആകും, ചുമ്മാ തത്ത പഠിച്ച് പറയുന്ന പോലെ ഇങ്ങനെ പോകും. ഷോർട്ട് ടേമിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ലോങ് ടേമിൽ വരുമ്പോൾ നോ യൂസ്. ഓക്കെ, ഒരു ടോപ്പിക്ക് ഒരു ടൈമിൽ പഠിക്കുക, കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ട്. ബിഗിനർ ആണെങ്കിൽ ഐ വുഡ് നെവർ സജസ്റ്റ് ഒരു ടോപ്പിക്ക് ഒരു ടൈമിൽ പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പൊ എന്നാ വിചാരിക്കുകയാണ്, അഡ്ജക്റ്റീവും ബിഗിനർ ആയിട്ടുള്ള ഒരാള് അഡ്ജക്റ്റീവും ആഡ്വർബും ഒരേപോലെ വിശേഷണങ്ങളാണല്ലോ, അപ്പൊ ഒരുമിച്ച് പഠിക്കാൻ വിചാരിക്കുന്നത്. പിന്നെന്താ സംഭവിക്കുന്നത് അറിയോ? അഡ്ജക്റ്റീവ് പ്രയോഗിക്കേണ്ടത് ആഡ്വർബും ആഡ്വർബ് പ്രയോഗിക്കേണ്ടത് അഡ്ജക്റ്റീവും അങ്ങനെ മാറിപ്പോകും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടോപ്പിക്. പിന്നെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ച കാര്യത്തെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരികയും കൂടി വേണം. അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം, പ്രാക്ടീസ്. ഓക്കെ, പിന്നെ ഗ്രാമറിന് ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് കീപ്പ് ചെയ്യുക, മറന്നുപോയേക്കരുത്. അത് അത്യാവശ്യം വലിയൊരു നോട്ട്ബുക്ക് ആയിക്കോട്ടെ, കൃത്യമായിട്ട് അത് നല്ല വൃത്തിക്കൊക്കെ നോട്ട് എഴുതുക. ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പഠിക്കാനൊരു ത്വര തോന്നണം. അല്ലാണ്ട് ചുമ്മാ മറ്റേ ഈ കോഴി കണ്ടത്തിലൂടെ ഓടുന്നത് പോലെ ആകെ അലങ്കോലമാക്കി എഴുതിയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ വായിക്കാൻ. നമുക്ക് തന്നെ ഒരു ഇത് ആരെയത് എഴുതിയെന്നൊക്കെ നമ്മൾ തന്നെ ചോദിക്കും അല്ലെ. യെസ്, അങ്ങനെ ഒഴിവാക്കുക. പരമാവധി ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട്, ഇപ്പം മെയിൻ പോയിന്റ് റെഡിലാണ് എഴുതുന്നതെങ്കിൽ ബാക്കിയുള്ളത് ബ്ലൂവിൽ എഴുതുക, അല്ലെങ്കിൽ മറ്റൊരു കളറിൽ എഴുതുക. അങ്ങനെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി കൃത്യമായി നോട്ട്സ് തയ്യാറാക്കുക കേട്ടോ. യെസ്, പിന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചുമ്മാ പഠിച്ചത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് എത്തുക അങ്ങനെ പറയുന്നതല്ല. PYQ കൃത്യമായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ ശൈലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നത്. പിന്നെ റിവൈസ് ത്രൂ ടീച്ചിങ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ഒരു 10 വയസ്സുകാരെ കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. എന്നിട്ട് അവന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ മെത്തേഡിന്റെ ഒരു പേര് ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻ എഫക്റ്റീവ് ടെക്നിക്. ഓക്കെ, റിവൈസ് ത്രൂ ടീച്ചിങ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേര് വേണമെന്നില്ല. ഇനി ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഗ്രാമർ ഈസ് ലോജിക് ബേസ്ഡ്, നോട്ട് മെമ്മറി ബേസ്ഡ്. പലരുടെയും വിചാരം അത് മെമ്മറി ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമേ ചാടിക്കയറി കുറെ നിയമങ്ങൾ ബ്ലാ ബ്ലാ പഠിക്കാതിരിക്കുക. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി സ്ട്രക്ചേർഡ് ആയി പഠിക്കുക. കാരണം ഇറ്റ്സ് ലോജിക് ബേസ്ഡ്. സി, അവിടെ ഓരോ നിയമങ്ങൾ പഠിക്കുമ്പോഴും യു ഓൾവേസ് ഹാവ് ടു ആസ്ക് വൈ എന്ന ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ വന്നു? നമ്മൾ മേ വെക്കുമ്പോ ഹൂ വെക്കും എന്നിങ്ങനെ കാണാതെ പഠിക്കുന്നല്ലാതെ അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു, ഇവിടെ സിംഗുലർ വന്നത് കൊണ്ടാണ് ഇപ്പുറത്ത് സിംഗുലർ വന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പഠനം പൂർണ്ണമാകുന്നത്. ഓക്കെ, തിയറിയെക്കാളും എത്രയോ വലുതാണെന്ത്? പ്രാക്ടീസ്. തിയറി അവിടെ നിൽക്കട്ടെ, പ്രാക്ടീസിലൂടെ കിട്ടുന്ന ഒരു പരിചയവും അനുഭവവും അത് വേറെ തന്നെയാണ്. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അപ്പം
തിയറി വൺ സെറ്റ് ആയി കഴിഞ്ഞാൽ അതിനേക്കാൾ ഇരട്ടി പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് കാണുക. ക്ലാരിറ്റി ഓവർ സ്പീഡ്. നമുക്ക് വേണ്ടത് സ്പീഡ് അല്ല, ക്ലാരിറ്റിയാണ്. അപ്പം ബിഗിനിങ് ഇനീഷ്യൽ സ്റ്റേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സ്പീഡ് വേണ്ടെന്നല്ല. ഇനീഷ്യൽ സ്റ്റേജില് സ്പീഡിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കണം? ക്ലാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. സ്പീഡ് തന്നെ വന്നോളൂടാ. നമ്മൾ ക്ലാരിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് അവസാനം എന്ത് വരും? ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്പീഡ് കൈവരും. കൺസിസ്റ്റൻസി ആണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ചുമ്മാ ഒരേ നിയമങ്ങൾ പഠിച്ചു, 2 ദിവസം ഭയങ്കര പഠിത്തം, 120 റൂൾസ് പഠിക്കുന്നു, മറ്റേ നമ്മുടെ നീതു സിംഗിന്റെ ബുക്ക് വാങ്ങി പഠിക്കുന്നു, പിന്നെ അങ്ങോട്ടേക്ക് ഒന്നുമില്ല, പ്രാക്ടീസും ഇല്ല, പഠനവും ഇല്ല, തീർന്നു. അങ്ങനെ നിൽക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ബുദ്ധിയുള്ളവനൊന്നും അല്ല ജയിച്ച ചരിത്രം ഉള്ളത് കേട്ടോ. കൺസിസ്റ്റൻസി ഉള്ളവൻ ജയിച്ച ചരിത്രമായി കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ളത്. ആരോട് വേണമെങ്കിലും ചോദിച്ചു വായിക്കും. യെസ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചിറക്, ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് വൊക്കാബുലറിയും അതുപോലെ ഗ്രാമറും. അതിൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റപ്പെട്ട് വാക്കുകൾ പഠിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എടാ കോണ്ടെക്സ്റ്റിൽ പഠിക്കണം. ലേൺ വേർഡ്സ് ത്രൂ സെന്റൻസസ്, ന്യൂസ് ഹെഡ്ലൈൻസ് ഓർ ഷോർട്ട് പാരഗ്രാഫ്സ്. അപ്പൊ അതിനെന്ത് വേണം? റീഡിങ് വേണം. പരമാവധി വായനയിലൂടെ വാക്കുകൾ കണ്ടെത്തുക, ആ വാക്കുകളെ എഴുതിയിടുക, ഒരു സെന്റൻസിന്റെ വെളിച്ചത്തിൽ അതിനെ പഠിക്കുക. അല്ലാണ്ട് ചുമ്മാ റാൻഡം ആയിട്ട് ഒരു ഡിക്ഷണറി എടുത്ത് ഒരു ബുക്ക് അങ്ങനെ വായിച്ച് വാക്കുകൾ കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ പ്രയോജനകരമാണ് കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഗ്രാമറിന് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞല്ലേ, സെയിം വേ വൊക്കാബുലറിക്കും ഒരു നോട്ട്ബുക്ക് വേണം. കുറച്ച് വലിയ നോട്ട്ബുക്ക് ആയിക്കോട്ടെ, ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്ത് ഒരു വലിയ നോട്ട്ബുക്ക് ഒക്കെ മാർക്കറ്റിൽ കിട്ടാനുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ വാങ്ങിയാല് ദിവസം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വലിയൊരു കൈമോശം വരികയില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മടക്കി പിടിച്ച് ചുരുട്ടി പിടിച്ച് അതിന്റെ എന്താണ് പറയുക, പേജുകളൊക്കെ നാശകോശമാക്കി. ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്ത വലിയ ബുക്ക്. ഇത് പണത്തിന്റെ കാര്യമൊന്നും ആരും കൺസേൺഡ് ആവണ്ട. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി പണം അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നു അല്ലെ. ഒരു മിനിമം പൈസയുടെ വസ്ത്രം വാങ്ങേണ്ടടുത്ത് നമ്മൾ അവിടെ ഫാഷനബിൾ ആക്കാൻ വേണ്ടി 1000-ന്റെയും 2000-ന്റെയും ഡ്രസ്സുകൾ വാങ്ങുന്നവരൊക്കെ എനിക്ക് പരിചയമുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ മറ്റേ എന്താണ് പറയാ, ചുമ്മാ ഈ ടോപ്പ് അപ്പ് ചെയ്ത് ഡെയിലി ഡാറ്റ ലിമിറ്റ് കഴിഞ്ഞു എന്നിട്ടും പിന്നെയും ടോപ്പ് അപ്പ് ചെയ്ത് എത്രയോ പൈസ കളയുന്നു. പൈസ കളയുന്നത് ഒരു പിന്നെ നല്ല കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. യെസ്. എങ്ങനെയാണ് ആ ഒരു വൊക്കാബുലറി നോട്ടില് വേർഡ് എഴുതേണ്ടതെന്നറിയാം. ആദ്യം വേർഡ് എഴുതുക, പിന്നെ അതിന്റെ മീനിങ്, ശേഷം ഒരു കുഞ്ഞ് എക്സാമ്പിൾ. എടാ നമുക്ക് അത്യാവശ്യം അറിയാടാ, നമുക്കൊരു ഇംഗ്ലീഷിൽ ഒരു കുഞ്ഞ് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്കറിയാം, അതിനുള്ള പരിശീലനമൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങ് മനസ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് നിനക്കത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പറച്ചിലും ചിന്തയും ആദ്യം മാറ്റണം കേട്ടോ. അപ്പം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേർഡ് അബാൻഡൻ. അബാൻഡൻ എന്ന വാക്കിന്റെ മീനിങ് എന്താ? ലീവ് സംവൺ ഓർ സംതിങ് എന്നാണ്. അതാണെന്ത്? അബാൻഡൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലെ. അപ്പം ഉപേക്ഷിക്കുക എന്നാണ് അബാൻഡൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഞാൻ ഒരു സിമ്പിൾ സെന്റൻസ്, I abandoned my puppy at the shelter. കണ്ടോ, ഞാൻ എന്റെ പപ്പിയെ ഉപേക്ഷിച്ചു. അങ്ങനെ വേർഡ്, മീനിങ്, എക്സാമ്പിൾ സെന്റൻസ് ആ രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മിനിമം, ഞാൻ ഇവിടെ ഒരു മിനിമത്തിന്റെ കണക്കാണ് പറഞ്ഞത്. മിനിമം ഒരു 10 വാക്കുകളെങ്കിലും പഠിക്കുക. 10 വാക്കിലൊരു 7 വേർഡ്സും 3 ഇഡിയംസും ഡെയിലി ഉള്ള മിനിമം ആണ് പറയുന്നത്. ഇത്രയെങ്കിലും വേണം. അതിന്റെ അപ്പുറം എത്ര വേണമെങ്കിലും നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്രയെങ്കിലും വേണം. പിന്നെന്ത് ചെയ്യണം എന്നറിയോ? ട്വൈസ് എ വീക്ക്, ഒരാഴ്ചയിൽ 2 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ കടന്നു പോയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന അല്ലെ ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്കുകളെ കണ്ടെത്തുക. വേർഡ് ഹണ്ട് നടത്തുക. എവിടെ? ആഴ്ചയിൽ 2 ദിവസം കൂടും PYQസിലൂടെ കടന്നുപോയി വേർഡ് ഹണ്ട് നടത്തുക. പിന്നെന്ത് ചെയ്യണം? വേർഡ് റിവിഷൻ ടൈമർ ഗെയിം. അതായത് നിങ്ങൾ ഒരാഴ്ച ഒരു ഇപ്പം 10 വെച്ച് പഠിക്കുകയാണ്, 50 അല്ലെ 10-60 വാക്കുകൾ ഉണ്ടാവും. നിങ്ങൾ ഒരു 60 വാക്കുകൾ ഒരാഴ്ച പഠിച്ചു എന്ന് വിചാരിക്കുക.
അപ്പൊ ടൈമർ വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഇത് റിവൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് ഒരു ഞായറാഴ്ച ദിവസം, ഒരു സൺഡേ ടൈമർ വെച്ചിട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും പഠിച്ച വാക്കുകൾ പെട്ടെന്ന് സ്പീഡിൽ ഒന്ന് ഓർത്തെടുക്കുക, റിവൈസ് ചെയ്യുക. അതെന്താണെന്നറിയോ? പ്രഷറിന്റെ അണ്ടറിൽ പെർഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടും. അതാണല്ലോ എക്സാമിന് ഈ പലരും മോക്ക് ടെസ്റ്റിലൊക്കെ ഭയങ്കര മാർക്കൊക്കെ സ്കോർ ചെയ്യും. പക്ഷേ എക്സാമിന് കാര്യത്തോടെ എടുക്കുമ്പം മാർക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ അണ്ടറിൽ ആക്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് എന്ത് കിട്ടും? ഈ ടൈമർ വെച്ചിട്ടുള്ള റിവിഷനിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ പാരഗ്രാഫ് റൈറ്റിംഗ്. നമ്മള് ഒരാഴ്ച പഠിച്ച എന്തെല്ലാം വാക്കുകൾ പഠിച്ചോ ആ വാക്കുകൾ ഉപയോഗിച്ചൊരു പാരഗ്രാഫ്, ചുമ്മാ എന്തിനെ കുറിച്ചും ആയിക്കോട്ടെ, ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ. ഇപ്പൊ ഒരു വിഷയം കിട്ടിയില്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് നമ്മൾ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച്. നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഒരാഴ്ച പഠിച്ചു, പലതരത്തിലുള്ള വാക്കുകൾ പഠിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതൊക്കെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നോട്ട്ബുക്ക് സൈഡിൽ വെക്കുക. നമ്മൾ വൊക്കാബുലറി നോട്ട്ബുക്ക് ഇല്ല, സൈഡിൽ വെക്കുക. അത് നോക്കിയിട്ട് ഓരോ വാക്കുകളും ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു പാരാഗ്രാഫ് തയ്യാറാക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ. അപ്പൊ നമ്മുടെ ഗ്രാമർ ഇംപ്രൂവ് ആവും, വൊക്കാബുലറി ഇംപ്രൂവ് ആവും. അപ്പൊ വൊക്കാബുലറി ഇങ്ങനെ പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 2-3 കാര്യങ്ങൾ പറയട്ടെ. ഇത് ഇരുമ്പ് പോലെയാണ്, ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പെടുക്കും എന്ന് പറഞ്ഞ പോലെ. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് യൂസ് ദ വേർഡ് യു വിൽ ഫർഗെറ്റ് ഇറ്റ്. നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് മറഞ്ഞു പോകും, അല്ലെ? മാഞ്ഞു പോകും. ഡോണ്ട് എയിം ടു ലേൺ 1000 words in one go. Build gradually. ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ച്. ക്ഷമയോടെ തീർക്കുക, അതാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇന്നിനിപ്പോ 2 ആഴ്ച ഉള്ളു, അല്ലെ ഒരു ദിവസം കൊണ്ട് ഞാൻ ബ്ലാക്ക് ബുക്ക് മുഴുവൻ. നമ്മൾ പൊതുവെ ബ്ലാക്ക് ബുക്കിൽ നിന്നാണ് വാക്കുകൾ പഠിക്കുക. മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ. അപ്പം ഒരു ദിവസം ഒറ്റ ഇരിപ്പിന് 1000 വാക്കുകൾ പഠിക്കാന്ന് വിചാരിക്കും. നടക്കുന്ന കാര്യമാണോ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഇൻസ്പിറേഷൻ, നിങ്ങളുടെ മോട്ടിവേഷൻ ഫേക്ക് ആണ്, മൊമെന്ററി ആണ് എന്നുള്ളത്. കൃത്യമായ ജെനുവൻ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ 1000 വാക്കുകൾ അല്ലെങ്കിൽ ഒരു 100 വാക്ക് ഒരുമിച്ച് പഠിക്കാന്നൊക്കെ പറയുന്നത് അതെന്താണ് പറയാം, നമ്മൾ ചുമ്മാ ഉണ്ടാക്കുന്നത്, നമ്മുടെ വ്യർത്ഥ സ്വപ്നങ്ങളാണ്. അപ്പൊ അതിന്റെ പിന്നാലെ പോവാതിരിക്കുക. പേഷ്യൻസ് വേണമെന്ന യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കണം, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. പിന്നെ വീക്ക്ലി റിവ്യൂ ചെയ്യുക. എല്ലാ വീക്കും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു, ചില ടിപ്സിനെ പറ്റി എക്സ്ട്രാ സംസാരിച്ചു. യെസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഒരുക്കത്തോടു കൂടി പോയി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കപ്പെട്ട ഏത് വിഷയത്തെ കുറിച്ചായാലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ. യെസ്, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇതേ ചാനലിൽ നമുക്ക് കാണാം കേട്ടോ. ഹാപ്പി ലേണിംഗ്.